ഇപ്പൊ പി.കെ.സിന്റെ വരവിനെ യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്, നമ്മളെങ്ങനെ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കോൺഗ്രസിന് അനുകൂലമായി UDF-ന് അനുകൂലമായി ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെങ്കിൽ ഇടതുപക്ഷ മൂല്യച്യുതിയിൽ മനം നൊന്ത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരിക്കും അത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാലക്കാട് തന്നെ നിന്ന് സംസാരിക്കുമ്പോൾ സുരേഷ് VS അച്യുതാനന്ദൻ്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം തന്നെ പുതുയുഗ യാത്രയുടെ ഭാഗമായി UDF-ലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾ ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിലേക്കും ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും, അത് സംശയമില്ല. ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ PK ശശി നിലവിൽ പാർട്ടിയിലേക്ക് അല്ല മുന്നണിയുടെ ഭാഗമാവാൻ പോകുന്നു എന്നാണ് ശക്തമായ പ്രചാരണമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ? അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഫിറോസ് ബാബു എന്ന പാർലമെൻറ്റ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിലാണെന്ന് സമരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹം കടന്നു വരുമെന്നുള്ള പത്രവാർത്തകൾ, മാധ്യമ വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാൻ പറ്റുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു നിലപാടായിരിക്കുമല്ലോ പിന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ സമരം നടന്നത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കേസിൽ പ്രതികളാക്കപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അത് അതിൻ്റേതായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തുടർ പ്രക്രിയകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസം അത് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയേണ്ടത്, അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. ആ ഒരു കേസിലെ മെറിറ്റ് ഇപ്പോഴും നിൽക്കല്ലേ? കാരണം അത് കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്നും കോടതിയിൽ എത്തിയിരുന്നില്ല. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് പോലീസിന് കൈമാറണം, ഇത് മറ്റേ പ്രോസിക്യൂഷൻ നടപടി നേരിടണം എന്നായിരുന്നു. ആ ആരോപണം അതേപടി ഇപ്പോഴും നിൽക്കുകയല്ലേ? എങ്ങനെയാണ് അപ്പോൾ അത് രണ്ടും കൂടി യോജിച്ചു പോകുന്നത്? എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ അതൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പ്രതികളാക്കപ്പെട്ടത്. കേസ് മറ്റൊരു സ്ഥിതിയിലാണ് അന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു വിഷയമാണ്. മറ്റൊന്നും അതിനെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കേസിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചിപ്പോൾ എന്താ പറയുക, ഒരു അന്ന് ഉണ്ടായ ഒരു രാഷ്ട്രീയ വിവാദമെന്നോ രാഷ്ട്രീയ ആക്ഷേപമെന്നോ പറയുമ്പോൾ LDF-ൻ്റെ ഒരു സിറ്റിംഗ് MLA അക്കാര്യത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപത്തിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമരം ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ബാധ്യത യൂത്ത് കോൺഗ്രസിനുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ നിലയിൽ ആ സമര പരിപാടികൾ ഉൾപ്പെടെ നടന്നിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ ഞാനെങ്ങനെയാണ് പറയുക? അപ്പോൾ ഏതായാലും ആ ഒരു കാര്യം കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് ഇന്ന് പ്രസക്തമല്ല.